MSI B450 ഗെയിമിംഗ് പ്രോ കാർബൺ AC. ഇപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അത് മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ ബയോസ് ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ X570 മദർ ബോർഡ്സിനൊക്കെ ഈ ഫീച്ചേഴ്സ് എല്ലാത്തിനും ഈ ഫീച്ചർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക് മോഡലിന് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് 20,000 സംതിങ്. അപ്പോൾ പഴയ വേർഷന് പോയി ബയോസ് ഫ്ലാഷ് ബാക്ക് ചെയ്യണമായിരിക്കും ഇച്ചിരി കൂടെ നമുക്ക് ലാഭം. പക്ഷേ ഈ ബോർഡിന് ഏകദേശം 12,000 സംതിങ് ആയിട്ടുള്ളൂ. അപ്പോൾ ബയോസ് ഫ്ലാഷ് ബാക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഏകദേശം ഒരു 45,000 സംതിങ് റുപ്പീസിൻ്റെ X570 മദർ ബോർഡിൻ്റെ ഫീച്ചർ. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ബാൻഡാണ്. അത് പ്രോ കാർബൺ AC എന്ന് പറഞ്ഞ ഫീച്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഡ്യുവൽ ബാൻഡ്. എന്ന് വെച്ചാൽ ബ്ലൂടൂത്തിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട്, വൈഫൈൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ DDR4 ബൂസ്റ്റ് ഉണ്ട്. DDR4 3466 വരെ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത് നമ്മൾ CPU ഓവർക്ലോക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഡ്യുവൽ ചാനൽ ഓവർക്ലോക്കിംഗ് ആപ്ലിക്കബിൾ ആവുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ M.2 ഷീൽഡ് ഉണ്ട്. എന്ന് വെച്ചാൽ M.2 SSDക്ക് തെർമൽ ത്രോട്ട്ലിംഗ് കുറയ്ക്കാൻ പറ്റും ഈ M.2 ഷീൽഡ് വെച്ച്. പിന്നെ അടുത്ത് വരുന്ന PC എക്സ്ട്രസിൽ സ്റ്റീൽ എൻഫോഴ്സ്ഡ് ആർമറുള്ളത്. അതുകൊണ്ട് വലിയ വലിയ ഗ്രാഫിക്സ് കാർഡിൻ്റെ വെയിറ്റ് വരെ ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ RTX ഗ്രാഫിക്സ് കാർഡൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീൽ ആർമർ സ്ലോട്ടിലിടണമെങ്കിൽ ഇച്ചിരി കൂടി യൂസ്ഫുൾ. അതിൻ്റെ ഇടയിൽ PCI എക്സ്പ്രസിന് നോർമൽ സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ 2 RTX ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കണത് നല്ലത്. എന്ന് വെച്ചാൽ ഒറ്റ സ്റ്റീൽ എൻഫോഴ്സ്ഡ് PCI എക്സ്പ്രസ് സ്ലോട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 2 RTX യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. 2-way ക്രോസ് ഫയറിങ് പറ്റും, പക്ഷേ അത് എഫിഷ്യൻ്റ് ആയിരിക്കില്ല. എന്നുവെച്ചാൽ ഒരെണ്ണത്തിൽ മാത്രമാണ് സ്റ്റീൽ ആർമർ വരുന്നത്. പിന്നെ വരുന്നത് RGB മിസ്റ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ കൂളർ മാസ്റ്ററിൻ്റെ 610P എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, ഫാൻ കൂളറാണ്. അപ്പോൾ RGB മിസ്റ്റിക് ലൈറ്റ് വെച്ച് സിങ്കും ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ ഓവറോൾ ക്യാബിനറ്റ് ലൈറ്റ്സ് എല്ലാം സിങ്ക് ചെയ്യാൻ പറ്റും. മിസ്റ്റിക് ലൈറ്റ് ഉള്ള ഫീച്ചറുണ്ട്. എക്സ്റ്റെൻഡഡ് ഹീറ്റ് സിങ്ക് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിംഗ് പ്രോ കാർബൺ ലോഗോ ഇരിക്കുന്ന അവിടെയാണ് എക്സ്റ്റെൻഡഡ് ഹീറ്റ് സിങ്ക്. പിന്നെ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്ക് ഓവർക്ലോക്ക് ചെയ്യുമ്പോൾ നല്ല പെർഫോമൻസും ടെമ്പറേച്ചർ നല്ലപോലെ ഡ്രോപ്പ് ചെയ്യാനും സാധിക്കുന്നു. അധികം ടെമ്പറേച്ചർ വരില്ല ഓവർക്ലോക്ക്. പിന്നെ വരുന്നത് AMD ടർബോ USB 3.1 Gen 2 ആണ്. അത് നോർമൽ 3.1-നേക്കാളും 2 times ഫാസ്റ്ററാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഓഡിയോ ബൂസ്റ്റ്. അതിന് നമുക്ക് ഗെയിമിംഗ് ആയിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഈവൻ എനിമീസിൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഒക്കെ കോൺഫിഗർ ചെയ്ത് നമുക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റും. ആ ഓഡിയോ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് നെഹിമിക്. പിന്നെ മറ്റേ M.2-ന് ടർബോ ബൂസ്റ്റ് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ട്രാൻസ്ഫറിങ് റേറ്റ് കൂടുതലായിരിക്കും. കുഴപ്പമില്ലാത്ത ബോർഡാണ്. B450 X470യേക്കാളും ഈ മോഡലിൽ ബെറ്ററാണ്. അതുകൂടെ പ്രൈസ് വൈസ് കമ്പാരിസൺ ആണെങ്കിൽ തന്നെ ഈ റേറ്റിൽ തന്നെ 3466 MHz വരെ ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. ഈവൻ നമ്മൾ X570 ഔട്ട് ഓഫ് ബോക്സ് AMD RYZEN 3000 സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ, പക്ഷേ നമുക്ക് 20,000 റുപ്പീസിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല ഈവൻ X570 ബോർഡിൽ. ഈവൻ നമ്മൾ ഒരു 47,000 സംതിങ് കൊടുത്താൽ മാത്രമാണ് ഈ മദർ ബോർഡിൻ്റെ പെർഫോമൻസ് നമുക്ക് കിട്ടുള്ളൂ. കൂളർ മാസ്റ്റർ എയർ MA610P അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് CPU സോക്കറ്റ്സ് ആയ AM4ഉം AM3 പ്ലാറ്റ്ഫോമും സപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ Intel പ്ലാറ്റ്ഫോംസ് സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിന് മെയിൻലി ഹീറ്റ് സിങ്ക് ആയി 6 ഹീറ്റ് പൈപ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ RPM 600 to 1800 വരെ RPM സപ്പോർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ വർക്കിംഗ് അവേഴ്സ് 1,60,000 വർക്കിംഗ് അവേഴ്സ് ഉണ്ട്. പിന്നെ ഇത് നോർമലായ 4-pin കണക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ 3.6 watts ആണ്. പിന്നെ ഓവറോൾ CPU TDP 180 watts വരെ ഇതിന് കൂൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ RGB ലൈറ്റ് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ വാങ്ങിച്ച മദർ ബോർഡായ MSI B450 ഗെയിമിംഗ് പ്രോ കാർബണിന് സപ്പോർട്ട് ചെയ്യും. അതേപോലെ RGB സിങ്കിങ് വർക്കാവും. പിന്നെ അത് കൂടാണ്ട് തന്നെ CDC വേർഷൻ 2.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CDC എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഡയറക്റ്റ് കോണ്ടാക്ട് 2.0 ടെക്നോളജി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഈവൻ മദർ ബോർഡിൽ RGB സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ട് RGB ലൈറ്റ്സ് കൺട്രോൾ ചെയ്യാൻ. അതൊരു RGB കൺട്രോളർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അത് വെച്ച് നമുക്ക് ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഫാനിൻ്റെ ലൈറ്റ് സെറ്റിങ്സ് കൺട്രോൾ ചെയ്യാം, പിന്നെ ഫാനിൻ്റെ അനിമേഷൻസ് കൺട്രോൾ ചെയ്യാം. നമ്മൾ എടുത്തേക്കുന്ന പ്രോസസ്സറാണ് RYZEN 5 3600. അതിൻ്റെ ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. അത് ബേസ് ഓവർക്ലോക്കിംഗ് വാല്യൂ 3.6 GHz വരെ, നമ്മൾ ഓവർക്ലോക്ക് ചെയ്താൽ 4.25 GHz വരെ ആവറേജ് കിട്ടും. അത് നമുക്ക് ഈവൻ ലിക്വിഡ് കൂളിങ്ങോ അല്ലെങ്കിൽ നല്ല ഫാൻ കൂളർ ഉണ്ടെങ്കിലും നമുക്ക് നല്ലപോലെ ഓവർക്ലോക്ക് ചെയ്യാം.
പഴയ ബോർഡിനൊക്കെ ഓവർക്ലോക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തെർമൽ ത്രോട്ട്ലിംഗ് ഉണ്ടാവാൻ ചാൻസ് കൂടുതല. അപ്പോൾ ബോർഡ് തെർമൽ ത്രോട്ട്ലിംഗ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അത്യാവശ്യം പറ്റുമെന്ന് തോന്നുന്നില്ല. മെയിൻലി പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ പഴയ ബോർഡ് തന്നെ നല്ല കൂടിയ ബോർഡ് എടുക്കണം, ഇല്ലെങ്കിൽ X570 ബോർഡിലെ ഏതെങ്കിലും ഒരു 25,000 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബോർഡ് എടുത്താലും മതി. പിന്നെ ഇത് അതിൻ്റെ പവർ കൺസംഷൻ പറയുകയാണെങ്കിൽ അത് 65 വാട്ട്സ് മാത്രമേ വരിക്കും. ഒന്നും ചെയ്തില്ലെങ്കിൽ 65 വാട്ട്സ് മാത്രമേ വരിക്കുള്ളൂ. ഓവർക്ലോക്ക് ചെയ്താൽ അതിൽ കൂടുതൽ വരിക്കും. ഇത് വരുന്നത് Zen 2 ആർക്കിടെക്ചറിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7 നാനോമീറ്റേഴ്സ് ആണ്. ഈവൻ നമ്മളിത് പഴയ മോഡലായിട്ട് Ryzen 7 270X ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ Ryzen 5 3600 നല്ല പെർഫോമൻസ് കിട്ടും. ഈവൻ ജസ്റ്റ് ആകെയുള്ള അഡ്വാൻറ്റേജ് Ryzen 7 2700X മൾട്ടി കോർ സ്പീഡാണ്. ഇത് ബാക്കിയുള്ള ഫീച്ചേഴ്സിലെല്ലാം ഇത് ടോപ്പായി നിൽക്കുകയാണ്. ഈവൻ സിംഗിൾ കോർ പെർഫോമൻസിൽ ടോപ്പാണ്, ഓവർക്ലോക്ക് പെർഫോമൻസിൽ ടോപ്പാണ്. പിന്നെ പവർ കൺസംഷൻ ഭയങ്കര കുറവേ വലിക്കുള്ളൂ. പിന്നെ Ryzen 7 270Xനേക്കാളും ചീപ്പറാണ്. പിന്നെ Ryzen 7 2700Xന് ഇപ്പോൾ 24,000 സംതിങ് വരും. ആ സമയത്ത് ഇതിന് ഏകദേശം 19,000 സംതിങ് വരുള്ളൂ. പിന്നെ ഇതിന് 3 വർഷം വാറണ്ടി ഉണ്ട്. നോർമലി എല്ലാ പ്രൊസസ്സറിനും ഏകദേശം 3 വർഷം തന്നെ വാറണ്ടി വരുന്നതാണ്.